ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ സുരേന്ദ്രൻ കോമഡികൾ. വള്ളിക്കെട്ട്. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ മികച്ച കൊമേഡിയനുള്ള തിരഞ്ഞെടുപ്പ് നിരീക്ഷക സംഘത്തിന്റെ അവാർഡ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കരസ്ഥമാക്കി. 2ാം സ്ഥാനം സിറ്റപ്പനാണ്. എൻ്റെ പരിപ്പോടെയും കട്ടൻ ചായയും ഇങ്ങനല്ല എന്ന പരാമർശമാണ് അദ്ദേഹത്തെ 2ാം സ്ഥാനത്തിന് അർഹനാക്കിയത്. ഇനി സുരേന്ദ്രനെ അവാർഡിന് അർഹനാക്കിയ ആ പരാമർശങ്ങൾ ഒന്ന് കാണാം. ഈ തെരഞ്ഞെടുപ്പ് മൂർത്തമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. എന്ത് മൂർത്തമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്? UDF-ഉം LDF-ഉം പരീക്ഷിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന് തിരിച്ചടിയേൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇനി ഞാൻ ഞെട്ടിക്കുന്ന ഒരു സത്യം പറയട്ടെ. ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് UDF-ഉം LDF-ഉം പ്രചാരണം നടത്തുന്നത്. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ശക്തമായ തിരിച്ചടി LDF-നും UDF-നും ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകും. ആടുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്? ശരിയാ, അത് തെറ്റല്ലേ? ഒന്നുകിൽ അവർ കണിച്ചുകുളങ്ങര കുരുവിന്റെ അടുത്ത് പോയി ആ പാതാരബിന്ദങ്ങളിൽ വണങ്ങി വായിലിരിക്കുന്നതും കേട്ട് പോരണം. കണ്ടപ്പോഴാണ് ഞാൻ ഈ പച്ചയായ കാര്യങ്ങൾ പകർന്നു പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള മുതലുകളുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങണം. അനുഗ്രഹം കൊടുത്തവനും ഇവിടെ മരണപ്പെട്ടു, അനുഗ്രഹം കിട്ടിയവനും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. എതിലേ പോയി എന്ന് പോലും അറിവില്ല. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ശരിയായ മുന്നേറ്റം ആര് നടത്തി എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ല. നിങ്ങൾക്ക് പലർക്കും അറ്റാക്ക് വരും. എന്താ കണ്ടോ, അടുത്തിരിക്കുന്ന കക്ഷിക്ക് പോലും ചിരി സഹിക്കുവാൻ പറ്റുന്നില്ല. നിങ്ങളെ പല റിപ്പോർട്ടർമാർക്കും മുതലാളിമാർക്കും അറ്റാക്ക് വരും. നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. വയനാട്ടിൽ ഒരു തരത്തിലുള്ള മുന്നേറ്റവും LDF-ന് ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങൾ LDF-നെ മറികടന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം BJP ആയിരിക്കും, ND ആയിരിക്കും. എന്റെ പൊന്നളി, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ഇനി VD സതീശനോടാണ്, ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. ഈ 23-ാം തീയതി കഴിയുമ്പോൾ VD സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. VD സതീശൻ ഇപ്പൊ നല്ല കണ്ടക ശനിയാണ്. എവിടെയെങ്കിലും പോയി ഒന്ന് നോക്കുന്നത് നല്ലതാ. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, VD സതീശന് അവസാന ലാപ്പിൽ ചെയ്തത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിശകലനം ചെയ്യാം. അതൊക്കെ പോട്ടെ സുരേന്ദ്രൻജി, താങ്കൾ മുന്നിൽ നിന്ന് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് നയിച്ചിട്ടും ഇത്തവണയും പഴയ പോലെ ഒരു രക്ഷയുമില്ലെന്നാണല്ലോ അണികൾ തന്നെ പറയുന്നത്. അതിപ്പോ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ? ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുരേന്ദ്രൻജി, എന്നും നമുക്കിങ്ങനെ സംപൂജനായി ഇങ്ങനെ പോയാൽ മതിയോ? ഒന്ന് നന്നാകണ്ടേ? എന്നെ നന്നാക്കണം എന്ന് സുരേന്ദ്ര, ഇനിയെങ്കിലും നന്നാവൂ എന്ന് പറഞ്ഞുകൊണ്ടേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇങ്ങനത്തൊക്കെ ഇനി ഇരിക്കും അമ്പാനെ, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. വള്ളിക്കെട്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.